ജീവനക്കാരുടെ സമരത്തിൽ കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി സംസാരിക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ചാനൽ ചർച്ചയിൽ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഈരാറ്റുപേട്ട കോടതിയിലാണ് കീഴടങ്ങിയത്. വിവരങ്ങൾ കെ.സി. ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, 10 മണിയോടുകൂടി തന്നെ കീഴടങ്ങും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ 10 മണി കഴിഞ്ഞു. ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. വിവരങ്ങൾ വൃന്ദ, അല്പസമയം മുമ്പാണ് പി.സി. ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയത്. ഈ ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടെടുത്ത കേസിൽ പി.സി. ജോർജിനോട് ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ പി.സി. ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാകുകയായിരുന്നു. നേരത്തെ 10 മണിയോടുകൂടി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത്. ആ രീതിയിലാണ് അവിടെ പാലാ ഡിവൈഎസ്പി അടക്കം ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. എന്നാൽ അവിടെ നിന്ന് അതിൽ വ്യത്യസ്തമായി ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാകുകയായിരുന്നു. രാവിലെ പി.സി. ജോർജിന്റെ വീട്ടിൽ വസതിയിൽ പോലീസ് എത്തിയിരുന്നു. പി.സി. ജോർജ് അവിടെ ഉണ്ടോ എന്നറിയാനായി എത്തിയിരുന്നു. പക്ഷേ ആ സമയത്ത് പി.സി. ജോർജ് അവിടെ ഉണ്ടായിരുന്നില്ല. അതേസമയം തന്നെ വലിയ രീതിയിൽ ബി.ജെ.പി. പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിരുന്നു. ബി.ജെ.പി. പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ജില്ലാ അധ്യക്ഷനടക്കം അവിടെ ഉണ്ടായിരുന്നു. എന്തായാലും പി.സി. ജോർജ് അല്പസമയം മുമ്പാണ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായത്. നേരത്തെ ഈ പി.സി. ജോർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും അത് ഹൈക്കോടതി നിരസിച്ചിരുന്നു, അല്ലെങ്കിൽ ഹൈക്കോടതി തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ജാമ്യഹർജി തള്ളിയതിന് പിന്നാലെയാണ് ഈ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നീക്കത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. എന്തായാലും ആ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. പിന്നീട് അദ്ദേഹം ഒളിവിലായിരുന്നു എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഒരു സാവകാശം തേടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പി.സി. ജോർജ് തിങ്കളാഴ്ച രാവിലെ, അതായത് ശനിയാഴ്ച പറഞ്ഞത് ഇന്ന് രാവിലെ വന്ന് ഹാജരായിക്കോളാം എന്നാണ് പോലീസിനോട് പറഞ്ഞത്. അതിനൊരു സാവകാശം അദ്ദേഹം തേടുകയായിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടി തന്നെ ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ പി.സി. ജോർജ് ഹാജരാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എല്ലാവരും. പക്ഷേ അവരിൽ നിന്ന് വ്യത്യസ്തമായ അദ്ദേഹം ഈരാറ്റുപേട്ട കോടതിയിലാണ് അല്പസമയം മുമ്പ് ഹാജരായത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ബി.ജെ.പി. പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് തടിച്ചുകൂടിയിരുന്നു. കൂടാതെ ഇതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങളൊന്നും പാടില്ല എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രവർത്തകർക്കെല്ലാം ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് പി.സി. ജോർജ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായത്. ബി.ജെ.പി. പ്രവർത്തകർക്കൊപ്പമാണ് അദ്ദേഹം കോടതിയിലെത്തിയത്. വൃന്ദ, ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശം നടത്തിയ കേസിൽ പി.സി. ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഈരാറ്റുപേട്ട കോടതിയിലാണ് കീഴടങ്ങിയിരിക്കുന്നത്. നിലവിൽ ബി.ജെ.പി. പ്രവർത്തകർക്കൊപ്പം തന്നെ എത്തിയാണ് അല്ലെ. നേരത്തെയും ഇത്തരത്തിൽ ഈ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങും എന്നടക്കമുള്ള അറസ്റ്റ് ചെയ്യാൻ നേരത്തെയും പോലീസ് എത്തിയപ്പോൾ പോലും പി.സി. ജോർജ് അവിടെ ഇല്ലായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഈ കോടതിയിൽ ഹാജരാകുന്നത് അല്ലെ. വൃന്ദ, തീർച്ചയായും ഈ പി.സി. ജോർജ് ഒളിവിലാണ് എന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹം വീട്ടിലുണ്ടോ എന്നറിയാനായി പോലീസ് അവിടെ എത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ അവിടെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ വലിയ രീതിയിലുള്ള ഒരു ബി.ജെ.പി. പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വസതിയിലാകെ ബി.ജെ.പി. പ്രവർത്തകർ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. എന്തായാലും എന്ത് നടപടിയാണ് പോലീസ് സ്വീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് അവിടെ ബി.ജെ.പി. പ്രവർത്തകർ എത്തിയതെന്നതും പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും പാലാ ഡിവൈഎസ്പി ഈരാറ്റുപേട്ട സ്റ്റേഷനിൽ വന്നിരുന്നു. നമ്മളെല്ലാം അപ്പോൾ കരുതിയത് അദ്ദേഹം ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് എത്തുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നേരെ ഈരാറ്റുപേട്ട കോടതിയിലാണ് അദ്ദേഹം ഹാജരായത്. എന്തായാലും ഒരു മതവിദ്വേഷ പരാമർശം ചാനൽ ചർച്ചയിൽ നടത്തിയ ആ പരാമർശത്തിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായത്. യൂത്ത് ലീഗ് നൽകിയ ഒരു പരാതിയിലാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായത്. കേസിലാണ് നടപടി ഉണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ അദ്ദേഹം നേരത്തെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി ആ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഈ അറസ്റ്റ് അടക്കമുള്ള നീക്കത്തിലേക്ക് പോയത്. കഴിഞ്ഞ ശനിയാഴ്ച, അതായത് മിനിഞ്ഞാന്ന് ഈ രീതിയിൽ അദ്ദേഹത്തിന് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഈരാറ്റുപേട്ട പോലീസ് നോട്ടീസ് നൽകാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ഹാജരാകാൻ സാവകാശം തേടി പോലീസിനെ അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ആ അപേക്ഷയിലാണ് പറഞ്ഞത് അദ്ദേഹം തിങ്കളാഴ്ച, അതായത് ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരായിക്കോളാമെന്നാണ് പറഞ്ഞത്. എന്തായാലും വളരെ നിർണായകമായ ഒരു നടപടി തന്നെയാണ് പി.സി. ജോർജിനെതിരെ ഉണ്ടായത്. എന്നാൽ അദ്ദേഹം ഇന്ന് ഈരാറ്റുപേട്ട കോടതിയിലാണ് അല്പസമയം മുമ്പ് ഹാജരായത്. എല്ലാവരും അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാകുമെന്ന് വിചാരിച്ചിരുന്നു. അതിന് പിന്നാലെ അദ്ദേഹം ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരാകുകയാണ് ചെയ്തത്. എന്തായാലും മറ്റു നടപടികളെല്ലാം തന്നെ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. കോടതി നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി വരേണ്ടതുണ്ട്. എന്തായാലും വളരെ
നിർണായകമായ ഒരു നടപടി തന്നെ ഉണ്ടായി എന്നാണ് പറയേണ്ടത്. പക്ഷേ പോലീസ് പല ഘട്ടത്തിലും അദ്ദേഹത്തെ തേടി വീട്ടിലെത്തിയപ്പോഴും അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ശനിയാഴ്ചയും ഈ രീതിയിൽ അദ്ദേഹത്തെ തേടി വീട്ടിലെത്തിയിരുന്നു. നോട്ടീസ് നേരിട്ട് കൊടുക്കാനാണ് എത്തിയത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് അത് കൈപ്പറ്റാമെന്ന് അറിയിച്ചെങ്കിലും പോലീസ് അതിന് സമ്മതിച്ചിരുന്നില്ല. പിന്നാലെയാണ് ഈ സാവകാശം തേടി അപേക്ഷ പി സി ജോർജ് നൽകുന്നത്. എന്തായാലും ഇന്ന് ഹാജരാകാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ 10 മണിയായിട്ടും അദ്ദേഹം ഹാജരായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായത്. വൃന്ദ. ഉണ്ണി, അതോടൊപ്പം ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ചാനൽ ചർച്ചയിൽ അടക്കം ഈ വിദ്വേഷ പരാമർശം പി സി ജോർജ് നടത്തുന്നത്. വൃന്ദ, തീർച്ചയായും നേരത്തെയും ഈ രീതിയിലുള്ള ചില പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഒരു അബദ്ധം പറ്റിയതാണ് എന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ജാമ്യാപേക്ഷയിൽ അല്ലെങ്കിൽ ആ ഒരു പരാമർശമാണ് ഉണ്ടായത്. പക്ഷേ കോടതി അതിൽ വലിയൊരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തു. പിന്നാലെയാണ് ഈ ജാമ്യാപേക്ഷ തള്ളുന്നൊരു സ്ഥിതിയിലേക്ക് പോയത്. എന്തായാലും ആ നടപടികൾക്ക് ശേഷമാണ് പോലീസ് ഈ അറസ്റ്റിലേക്ക് നീങ്ങിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അതിന് പിന്നാലെ ശനിയാഴ്ചയാണ് ഈ നടപടികൾ കഴിപ്പിച്ചുകൊണ്ട് പോലീസ് ഒരു നോട്ടീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നോട്ടീസ് പി സി ജോർജിന് നൽകാനായി പൂഞ്ഞാറിലെ വസതിയിലേക്ക് എത്തുന്നത്. അത് ഈരാറ്റുപേട്ടയിലെ വസതിയിലേക്ക് എത്തുന്നത്. പക്ഷേ അന്ന് ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. പോലീസ് അവിടെ നോട്ടീസ് നേരിട്ട് നൽകാനായാണ് എത്തിയത്. പക്ഷേ അതിന് പിന്നാലെ തനിക്ക് സാവകാശം വേണമെന്ന് പി സി ജോർജ് ആവശ്യപ്പെടുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് അദ്ദേഹം ഹാജരാകാമെന്നാണ് അറിയിച്ചത്. ആ രീതിയിൽ ഇന്ന് രാവിലെ 10 മണിക്ക് ഹാജരാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സ്റ്റേഷനിൽ ഹാജരാകുന്നതിന് പകരം അദ്ദേഹം കോടതിയിലേക്കാണ് എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ അദ്ദേഹത്തിനെ തേടി പോലീസ് അദ്ദേഹത്തിന്റെ ഈരാറ്റുപേട്ടയിലെ വസതിയിലേക്ക് എത്തുകയുണ്ടായി. പക്ഷേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് അവിടെ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നതാണ് ആ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തകരുടെ ജനസംഖ്യയും തന്നെ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് അവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ഈ അദ്ദേഹം കോടതിയിലേക്ക് എത്തിയതും ഈ രീതിയിൽ BJP പ്രവർത്തകർക്കൊപ്പമാണ്. വൃന്ദ. ഉണ്ണി, അതിൽ എടുത്തു പറയേണ്ടത് നേരത്തെ പോലീസ് പല തവണ ഈ അറസ്റ്റ് ചെയ്യാനടക്കം ഒരുങ്ങി പി സി ജോർജിന്റെ വീട്ടിലെത്തുന്നുണ്ട്. അവിടെ നിന്നെല്ലാം തന്നെ പി സി ജോർജിനെ കാണുവാനില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് ഉണ്ടായിട്ടുള്ളത്? അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തീർച്ചയായും ഈ മതവിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ എടുത്ത കേസുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെയാണ് ഈ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോയത്, കടുത്ത നടപടിയിലേക്ക് പോയത്. എന്തായാലും ആദ്യം ശനിയാഴ്ച അദ്ദേഹത്തിനെ തേടി പോലീസ് അവിടെ വീട്ടിലേക്ക് എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷേ അദ്ദേഹത്തെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നാലെയാണ് അദ്ദേഹം ഒരു സാവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അപേക്ഷ നൽകുന്നത്. സമാനമായ രീതിയിൽ ഇന്ന് രാവിലെയും അദ്ദേഹത്തെ തേടി അവിടെ എത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കൂടാതെ പാലാ ഡിവൈഎസ്പി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ പോലീസ് സജ്ജമായി തന്നെയാണ് അദ്ദേഹം കീഴടങ്ങുമെന്ന ഒരു പ്രതീക്ഷ, അദ്ദേഹത്തിന് സ്റ്റേഷനിൽ കീഴടങ്ങുമെന്ന ഒരു പ്രതീക്ഷ എന്തായാലും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒളിവിലാണെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളെല്ലാം തന്നെ നേരത്തെ ഉണ്ടായിരുന്നു. അദ്ദേഹം ആ രീതിയിൽ വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹം രാവിലെ 10 മണിക്ക് കീഴടങ്ങുമെന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അല്പം വൈകിയാണ് അദ്ദേഹം 11 മണിയോടെ ഈരാറ്റുപേട്ട കോടതിയിൽ കീഴടങ്ങിയത്. എന്തായാലും ഈ ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയെന്നാരോപിച്ച് ഈരാറ്റുപേട്ട പോലീസാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും ഈ ജാമ്യാപേക്ഷയിൽ നടത്തിയ പരാമർശം, അതായത് കോടതി പറഞ്ഞ കാര്യം, ഈ 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വംശപതനാവുന്ന പി സി ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്നാണ് അന്ന് ജാമ്യം തള്ളിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചത്. അതോടൊപ്പം തന്നെ മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻകേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിശ്ചയിച്ചതെന്ന് കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നൊരു സ്ഥിതിയുണ്ടായി. കൂടാതെ ഈ പി സി ജോർജ് മുൻപ് നടത്തിയ ചില പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയായിരുന്നു ഇത്. എന്തായാലും ജാമ്യാവസ്ഥ ലംഘിച്ചിട്ടും ഈ ഹർജിക്കാരന് മുൻകൂർ ജാമ്യം അപേക്ഷിച്ചാൽ അത് തെറ്റായ നടപടിയിലേക്കാണ് പോവുകയെന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതി ആ ജാമ്യാപേക്ഷ തള്ളിയ ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. എന്തായാലും അതിന് പിന്നാലെ പോലീസ് നടപടി ഘടിപ്പിച്ചു. പോലീസ് നോട്ടീസ് നൽകാനായി അദ്ദേഹത്തിന് വീട്ടിലെത്തി. പക്ഷേ അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. പിന്നീട് ഒളിവിൽ പോയതായുള്ള വാർത്തകളെല്ലാം തന്നെ വരുന്നൊരു സാഹചര്യം. എന്തായാലും അദ്ദേഹം ഒളിവിൽ പോയതിനു ശേഷം, അല്ലെങ്കിൽ ആ രീതിയിൽ ഒളിവിൽ പോയെന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നിരുന്നു. പിന്നാലെയാണ് അദ്ദേഹം ഒരു സാവകാശം തേടിക്കൊണ്ടൊരു അപേക്ഷ
ഈരാറ്റുപേട്ട പോലീസിന് നൽകുന്നത്. ആ സാവകാശം തേടി അപേക്ഷയിൽ പറയുന്നത് താൻ തിങ്കളാഴ്ച വരെ തനിക്ക് സമയം തരണം, താൻ തിങ്കളാഴ്ച രാവിലെ ഹാജരായിക്കോളാമെന്നാണ് അദ്ദേഹം ആ അപേക്ഷയിൽ പറഞ്ഞത്. എന്തായാലും ഇന്ന് രാവിലെ അദ്ദേഹം ഹാജരാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അല്പം വൈകി ഈരാറ്റുപേട്ട സ്റ്റേഷനിലല്ല, ഈരാറ്റുപേട്ട കോടതിയിലാണ് അദ്ദേഹം ഹാജരായത്. വൃന്ദ, ഉണ്ണി, ഈ കേസ് പരിഗണിക്കുന്നതിനടക്കം ഇടയിൽ തന്നെ ഈ കോടതി പറഞ്ഞിരുന്നു കേസുകളിൽ ജാമ്യം നൽകിയാൽ സമൂഹത്തിന് ഇത് തെറ്റായ സന്ദേശം നൽകുമെന്നും സമൂഹത്തിലേക്ക് അത്തരം സന്ദേശങ്ങൾ പോകാൻ പാടില്ലെന്നും ഹൈക്കോടതി ഈ ഹർജി പരിഗണിക്കുന്നതിനിടെ തന്നെ വ്യക്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 40 വർഷം MLA ആയിരുന്ന ജോർജ് ഒരു സാധാരണക്കാരനല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി നേരത്തെയും ചൂണ്ടിക്കാട്ടിയിരുന്നു. വൃന്ദ, കോടതി പ്രധാനമായും പറഞ്ഞ കാര്യം ഈ 30 വർഷത്തോളം MLA ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വംശവദനാകുന്ന PC ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ല. കൂടാതെ ഈ ജാമ്യം നൽകുന്നത് ഇനി ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് ലഭിച്ച ശേഷം മാത്രമാണെന്ന് കോടതി പറഞ്ഞിരുന്നു. പക്ഷേ ആ രീതിയിലുള്ള ഒരു സമീപനം PC ജോർജിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണെന്നാണ് കോടതി നിരീക്ഷിച്ചത്. എന്തായാലും ആ രീതിയിൽ പൂർണ്ണമായും കോടതി ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞത്. എന്തായാലും PC ജോർജിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടായ ഒരു ഘട്ടത്തിൽ തന്നെയാണ് അദ്ദേഹം പിന്നീട് ഒളിയിൽ പോയെന്ന രീതിയിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നത്. അതേസമയം തന്നെ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് പോലീസ് ആ നടപടികളെല്ലാം തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. കൂടാതെ ഈ BJPയുടെ വലിയൊരു രീതിയിലുള്ള പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. ഇന്ന് രാവിലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് അദ്ദേഹത്തിന്റെ വസതിയിൽ കാണാനായി കഴിഞ്ഞിരുന്നു. BJP പ്രവർത്തകരും ജില്ലാ അധ്യക്ഷന്മാരുമെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. അപ്പോൾ ആ പ്രവർത്തകരെല്ലാം തന്നെ അദ്ദേഹത്തിന് അവിടെ പോലീസ് എത്തിയപ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കോടതിയിൽ ഹാജരായതും ഈ രീതിയിൽ പ്രവർത്തകർക്കൊപ്പമാണ് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മറ്റു നടപടികളെല്ലാം തന്നെ ഇനി നമുക്ക് വരും മണിക്കൂറിൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൃന്ദ, തീർച്ചയായും ഉണ്ണി, മൂന്നാം തവണയാണ് ഇത്തരത്തിൽ PC ജോർജ് ഒരു വിഭാഗത്തെ അപമാനിക്കുന്നത്. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലും പാലാരിവട്ടം സ്റ്റേഷനിലുമുള്ള സമാന കേസുകളിൽ PC ജോർജ് മുൻകൂർ ജാമ്യം നേടിയിരുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്തും ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ തന്നെയാണ് വീണ്ടും ഇത്തരത്തിൽ PC ജോർജ് അതേ വിഭാഗത്തെ വീണ്ടും അപമാനിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നത്, അല്ലേ? വൃന്ദ, തീർച്ചയായും സമാനമായ കേസുകൾ അദ്ദേഹത്തിന്റെ അടുക്കൽ നേരത്തെയും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. സമുദായ സ്പർദ്ധയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന കേസിൽ അദ്ദേഹം നേരത്തെയും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെ ഒരു സമാനമായ ഒരു ആവർത്തനം അല്ലെങ്കിൽ ഒരു കേസ് വീണ്ടും ഉണ്ടാകുന്നു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതേസമയം തന്നെ അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്ന ഒരു സ്ഥിതി ഇതെല്ലാം തന്നെ ഉണ്ടാകുന്നു. എന്തായാലും ഇത് ആദ്യത്തെ തവണയല്ല എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വരും കോടതി നടപടികളെല്ലാം തന്നെ എങ്ങനെയാണെന്ന കാര്യത്തിലടക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ അക്കാര്യങ്ങളെല്ലാം തന്നെ അറിയാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും PC ജോർജ് ഈ മതവിദ്വേഷ പരാമർശം ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയെന്ന കേസിൽ PC ജോർജ് ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായിരിക്കുകയാണ്. വൃന്ദ, BJP പ്രവർത്തകർക്കോടൊപ്പമാണ് ഇപ്പോൾ കോടതിയിലെത്തി കീഴടങ്ങിയിരിക്കുന്നത്. ഇത്തരം കേസുകളിൽ ജാമ്യം നൽകിയാൽ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും സമൂഹത്തിലേക്ക് അത്തരം സന്ദേശം പോകാൻ പാടില്ലെന്നും ഹൈക്കോടതി ഹർജി പരിഗണിക്കുന്നതിനിടയിൽ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ജനുവരി 6-ന് നടന്ന ജനം TVയിൽ നടന്ന ചർച്ചയിലാണ് PC ജോർജ് വിദ്വേഷ പരാമർശം നടത്തിയത്. ഇതിപ്പോൾ മൂന്നാം തവണയാണ് PC ജോർജ് ഒരു വിഭാഗത്തെ മാത്രം അപമാനിക്കുന്നത്. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലും പാലാരിവട്ടം സ്റ്റേഷനിലുമുള്ള സമാന കേസുകളിൽ PC ജോർജ് മുൻകൂർ ജാമ്യം നേടിയിരുന്നു. മുൻകൂർ ജാമ്യം അനുവദിച്ച സമയത്ത് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് PC ജോർജ് അതേ വിഭാഗത്തെ വീണ്ടും അപമാനിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയത്. എന്നാൽ ഇത് ഒരു അബദ്ധമല്ല, നിരന്തരം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് എന്നതടക്കം കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഹർജിക്കാരന് അത്തരത്തിൽ നിരന്തരം അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. 30 വർഷം MLA ആയിരുന്ന ജോർജ് സാധാരണക്കാരനല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചു. PC ജോർജ് കോടതിയിൽ കീഴടങ്ങി. ഈരാറ്റുപേട്ട കോടതിയിലാണ് കീഴടങ്ങിയത്. BJP പ്രവർത്തകരോടൊപ്പം എത്തി കീഴടങ്ങുകയായിരുന്നു. ഇനിയൊരു ഇടവേള.
ആശാ വർക്കർമാരുടെ സമരത്തെ തള്ളി CPM. ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതിന് പിന്നിൽ അരാജക സംഘടനകളെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം പാർട്ടി പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് എളമരം കരീമിന്റെ വിമർശനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ആശാ വർക്കർമാരുടെ സമരം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നീതി ഉറപ്പാക്കണമെന്ന് സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ആശാ വർക്കർമാർ ഇപ്പോഴും അവിടെ സമരം തുടരുന്നത്. അവർക്ക് ഐക്യദാർഢ്യവുമായി പല പാർട്ടിയിൽ നിന്നും പല ആളുകളും പല നേതാക്കളും അവിടെ എത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സമരത്തെ തള്ളി CPIM പുറത്ത് വന്നിരിക്കുന്നത്. ആശാ വർക്കർമാരെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് CPM പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? എളമരം കരീമിന്റെ ലേഖനം അവസാന നിമിഷം വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിഷേധം ആശാ വർക്കർമാർ ഉയർത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സമരം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ ധനമന്ത്രി KN ബാലഗോപാലിന്റെ ഭാഗത്ത്